ഓം ശാന്തി. ഒരിടത്ത് അതിപ്രാചീനമായ ഒരു ആശ്രമമുണ്ടായിരുന്നു. ആ ആശ്രമത്തിന്റെ അധിപനായിരുന്നു വസിഷ്ഠൻ. അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ പേരാണ് ആരവ്. ആ ഹിമാലയത്തിന്റെ സാനുക്കളിൽ വളരെ ശാന്തമായ ഒരാശ്രമത്തിൽ വസിഷ്ഠനോടൊപ്പം നമ്മുടെ ആരവ് എന്ന ശിഷ്യനും താമസിച്ചു വരികയാണ്. അദ്ദേഹം വളരെയധികം ഒരു സിദ്ധയോഗിയായിരുന്നു. നല്ല ശാന്തചിത്തനായിരുന്നു. അദ്ദേഹം അത്യന്തം പ്രഭാവശാലിയായ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്ന ശിഷ്യനായ ആരവും അങ്ങനെയാകുമല്ലോ. അവൻ അത്യന്തം പ്രതിഭാശാലി, വാക്കുകളിൽ നിപുണത, നല്ല പ്രഭാഷകൻ, തർക്ക വിഷയങ്ങളിൽ അതിനിപുണൻ. തർക്കത്തിൽ അവനെ തോൽപ്പിക്കാൻ ആർക്ക് സാധ്യമല്ല. അത്രയധികം ടാലന്റഡ് ആയിട്ടുള്ള ശിഷ്യനായിരുന്നു ആരവ്. ഒരു ദിവസം ആരവ് ഗുരുദേവനോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം എന്നോട്, ഇനി ഭാവിയിൽ വാക്കുകളിലൂടെ നമുക്ക് സമൂഹത്തിന്റെ സേവനം ചെയ്യാൻ സാധിക്കില്ല. കേവലം ശാന്തിയുടെ ശക്തി മാത്രമേ നമുക്ക് അവിടെ പ്രാക്ടിക്കലാക്കാൻ സാധിക്കൂ. അതെങ്ങനെ സാധിക്കും? ചുണ്ടുകൊണ്ടൊന്നും സംസാരിക്കാതെ എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക? ശാന്തിയുടെ ശക്തി കൊണ്ട് എങ്ങനെയാണ് സർവീസ് നടക്കുക? അതിനെങ്ങനെ ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും? പുഞ്ചിരിച്ചുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞു, ഇതിന്റെ ഉത്തരം നിനക്ക് അനുഭവത്തിലൂടെ തരാം, ശബ്ദത്തിലൂടെ തരാൻ പറ്റില്ല. കാരണം ടോപ്പിക് അതാണല്ലോ. സൈലൻസിലൂടെ സേവ നടക്കണം, ചുണ്ടിലൂടെയല്ല. അതുകൊണ്ട് ഈ ചോദ്യോത്തരം ചുണ്ടുകൊണ്ട് ഞാൻ നൽകുന്നില്ല, പകരം നിന്റെ അനുഭവത്തിൽ തന്നെ അത് പഠിക്കൂ. സൈലൻസിലൂടെ തന്നെ പഠിക്കൂ, സൈലൻസിന്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത്. അടുത്ത ദിവസം തന്നെ ആചാര്യൻ ആരവിനെ തന്നോടൊപ്പം അടുത്തുള്ളൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വലിയൊരു മഹാമാരി പടർന്നു പിടിക്കുകയാണ്. ആളുകളെല്ലാം ഭയവിഹ്വലരാണ്, അശാന്തരാണ്, അസ്വസ്ഥരാണ്. അവിടെ പോയി നമുക്ക് സേവ ചെയ്യണം. അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടിയാണ് അവിടുത്തെ സേവ. ജസ്റ്റ് ഞാൻ നിന്നെ ഒന്ന് ഗൈഡ് ചെയ്യാം, അത്രമാത്രം. ഇത് കേട്ട് ആരവിന് ഭയങ്കര അധികം അത്ഭുതമായി. ഗുരുദേവ്, ഒന്നും സംസാരിക്കാതെ ആളുകൾക്ക് എന്തു പറഞ്ഞു കൊടുക്കാനാണ്? ഞാൻ എങ്ങനെ അവരെ സഹായിക്കും? ഒരു വാക്ക് പറയണ്ടേ അവരോട്? നിശബ്ദമാരും മുമ്പിൽ ഇവിടെ നിന്നാ മതിയോ? എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അവർ വല്ലതും ചോദിച്ചാൽ അങ്ങോട്ട് ഉത്തരം കൊടുക്കണ്ടേ? നിശബ്ദത കൊണ്ട് എന്ത് സേവ ചെയ്യാൻ സാധിക്കും? ഇപ്പൊ ഗുരുദേവൻ അധികമൊന്നും സംസാരിച്ചില്ല. നീ യാതൊന്നും തന്നെ സംസാരിക്കാതെ കാര്യങ്ങൾ ചെയ്യും. ഉദാഹരണം നോക്കൂ, സൂര്യൻ. അതിന്റെ പ്രകാശം നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശം ആരോട് സംസാരിക്കാറില്ലല്ലോ. പക്ഷെ ആ പ്രകാശം നമ്മുടെ മേത്ത് വീഴുമ്പോൾ നമുക്ക് പൊള്ളുന്നുണ്ടല്ലോ. അത് എക്സ്പീരിയൻസ് ആണ്, ശബ്ദമല്ല അവിടെ വരുന്നത്. അതേപോലെ നീ നല്ല ഭാവനകളെ ക്രിയേറ്റ് ചെയ്യൂ, സത്യമായ ഭാവനകൾ ക്രിയേറ്റ് ചെയ്യൂ. ശാന്തമായി നിന്റെ ചേതനയെ ഉണർത്തൂ. അപ്പോൾ തീർച്ചയായിട്ടും നിന്റെ ആ ചേതനയുടെ അവസ്ഥ, മാനസിക അവസ്ഥ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഇത് കേട്ടുകൊണ്ട് ആരവ് തന്റെ സേവനത്തിലേക്ക് മുഴുകുകയാണ്. ആദ്യം അവൻ ഓരോ കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, നിശബ്ദമായിരിക്കുക. എന്നാൽ അവന്റെ സ്വഭാവം വളരെ ശാന്തമായിരുന്നു, വളരെ സൈലൻസിലിരുന്നു. അവൻ ആ ശാന്തമായ മനസ്സോടുകൂടി ആ രോഗങ്ങൾ കൊണ്ട് പീഡിതമായിരിക്കുന്ന ആളുടെ അടുക്കൽ പോകുന്നു, അവരടുക്കൽ ഇരിക്കുന്നു, അവരെ നോക്കി പുഞ്ചിരിക്കുന്നു, അവരുടെ സേവനം ചെയ്യുന്നു. ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പ്രഭാത വന്ദനം ചെയ്യുന്നു. അങ്ങനെ അവന്റെ ആ സാധന എത്രത്തോളം സൈലൻസിലേക്ക് പോകുന്നോ അതിനനുസരിച്ച് ആ ഗ്രാമത്തെ പ്രതിയുള്ള അവന്റെ മാനസികമായ ചിന്താധാരകൾ മാറ്റപ്പെടുകയാണ്. ഗ്രാമത്തെ പ്രതി, ഗ്രാമവാസികളെ പ്രതി അവന്റെ മനസ്സിൽ ശുഭഭാവനകൾ ഉണരാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടുത്തെ രോഗങ്ങൾ കുറേശ്ശെ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. ആദ്യം അവിടെ എവിടെ നോക്കിയാലും ഭയവും ഭീതിയും അശാന്തിയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആർക്കും അവിടെ ഭയമില്ല. എല്ലാവരും സ്വാഭാവികമായ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി.
എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും സമാധാനവും ആശ്വാസവും കാണുന്നു. അങ്ങനെ അവരെല്ലാവരും ആരവിന്റെ അടുക്കിലേക്ക് വന്നു. അവനൊന്നും സംസാരിച്ചില്ല അവരോട്, പക്ഷേ ആളുകൾ അവന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവര് പറയാണ്, താങ്കളുടെ ഒരു സാമീപ്യം അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ എത്ര ശാന്തമാകുന്നു. അങ്ങൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഗ്രാമം വളരെയധികം പരിവർത്തനപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാ ഭയവും നീങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ സേവന ശേഷം ആരവ് തിരിച്ചു തന്റെ ആശ്രമത്തിലെത്തി. അപ്പൊ ആചാര്യന്റെ ചരണങ്ങളിൽ വീണുകൊണ്ട് പറഞ്ഞു, ഗുരുദേവ്, ഇന്നെനിക്ക് മനസ്സിലായി, ശബ്ദം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ചേതനയുടെ ശക്തി കൊണ്ട് സാധിക്കും. അതായത് നിശബ്ദത കൊണ്ട്, സൈലൻസ് കൊണ്ട് സാധിക്കും. അപ്പോ യഥാർത്ഥമായ പരിവർത്തനം ശാന്തിയിലൂടെ തന്നെയാണ് നടക്കുന്നത്. ആചാര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയ മകനെ, അതാണ് ശക്തി. ഭാവിയിൽ നിങ്ങളുടെ മുൻപിൽ ഇതുപോലെ ധാരാളം പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തമമായ പരിഹാരം കാണാൻ ശാന്തിയുടെ ശക്തി മാത്രമേ നമ്മളെ സഹായിക്കൂ. ബാക്കി നമ്മുടെ വാചാശക്തികളോ ഭാഷാ നൈപുണ്യമോ ഇതൊന്നും നമ്മളെ അവിടെ സഹായിക്കില്ല. അതുകൊണ്ട് ശാന്തിയുടെ ശക്തിയെ സ്വായത്തമാക്കും. ഇന്ന് അവ്യക്ത പാലനയ്ക്ക് വേണ്ടി അവ്യക്ത ബാബ്ദാത നൽകുന്നൊരു പോയിന്റാണ്, യോഗത്തിന്റെ പ്രയോഗത്തിലൂടെ സിദ്ധി സ്വരൂപനായിട്ട് മാറും. നമുക്ക് വാക്കുകളുടെ പ്രാക്ടീസ് ചെയ്ത് 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 നല്ലപോലെ സംസാരിക്കാൻ പഠിക്കും നമ്മളല്ലേ. ശബ്ദം ഉപയോഗിച്ച് നല്ലൊരു പ്രസംഗികനാകുന്നു. അതേപോലെ ശാന്തിയുടെ ശക്തി പ്രയോഗിച്ച് അതിൻ്റെ അഭ്യാസിയായി മാറും. മുൻപോട്ട് പോകുമ്പോൾ സ്ഥൂലമായ സാധനങ്ങളിലൂടെ സേവ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല, സംസാരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ആ സമയത്തെല്ലാം ശാന്തിയുടെ ശക്തിയുടെ സാധനമാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. അതുകൊണ്ട് എത്രത്തോളം ആ ശക്തിയെ മഹത്തരമാക്കി വെക്കുന്നോ, ശക്തിശാലിയാക്കി വെക്കുന്നോ, അത്ര സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവരൂ. അത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് പരിധികളില്ലാത്ത സേവനത്തിന് നിമിത്തമായി തീരാൻ കഴിയും. അതുകൊണ്ട് വാക്കിലൂടെ ശുദ്ധസങ്കല്പങ്ങൾ വാക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സങ്കല്പങ്ങൾ സൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഫക്റ്റും വളരെയധികം ശക്തിശാലിയും സൂക്ഷ്മത നിറഞ്ഞതുമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അഭ്യാസേ ശക്തി മിൽത്തി. നിരന്തരമായ അഭ്യാസത്തിലൂടെയാണ് നമുക്ക് ആ ശക്തി ലഭിക്കുന്നത്. ജസ്റ്റ് ആസ് റെഗുലർ സ്പീച്ച് പ്രാക്ടീസ് മേക്ക് യുവർ വേർഡ്സ് പവർഫുൾ. എന്നും ഒരേ കാര്യം പറഞ്ഞ് സംഭാഷണ ശൈലിയിൽ നമ്മൾ പ്രവീണരാകുന്നത് പോലെ റെഗുലർ പ്രാക്ടീസ് ഓഫ് പീസ് മേക്സ് ഇന്നർ സൈലൻസ് പവർഫുൾ. നിരന്തരമായി നമ്മൾ ഈ ആന്തരികമായ ശാന്തി അഭ്യസിച്ചു കൊണ്ടിരിക്കൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ സൈലൻസ് പവർഫുൾ ആയിട്ട് മാറും. ഇനി എ ടൈം മേ കം, എ വേർഡ് ഓർ എക്സ്റ്റേണൽ ടൂൾസ് വിൽ നോട്ട് ബി അവൈലബിൾ, only the power of silence will work. ഇനി സമയം മുൻപോട്ട് പോകുമ്പോൾ സാധനങ്ങളൊന്നും നമുക്ക് പ്രയോഗിക്കാൻ പറ്റാതെ വരുന്ന സമയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആന്തരിക സൈലൻസിന്റെ ശക്തി മാത്രമായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത്. സ്പീച്ച് ഈസ് ആൻ ഗ്രോസ് മീഡിയം. സ്പീച്ച് എന്ന് പറയുമ്പോൾ സ്ഥൂലമായൊരു കാര്യമാണ്. ബട്ട് യുവർ തോട്ട്സ്, എ സബ്റ്റിൽ വൈബ്രേഷൻ, ഇസ് മോർ പവർഫുൾ ആൻഡ് എഫക്റ്റീവ്. ശബ്ദത്തെക്കാൾ കൂടുതൽ നമ്മുടെ ചിന്തകൾ, സങ്കല്പങ്ങൾ, സൂക്ഷ്മമായ വൈബ്രേഷൻസ് ആയിരിക്കും ശക്തിശാലിയും അതുപോലെ എഫക്റ്റീവുമായിട്ട് മാറുന്നത്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് പവർ എന്താണ്? ദ സബ്റ്റിൽ പവർ, ദാറ്റ് ഈസ് സൈലൻസ്. നമ്മുടെ പക്കലുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ശാന്തിയുടെ ശക്തിയാണ്. അതിനെ കാര്യത്തിൽ കൊണ്ടുവരും. പിന്നെ എവിടെയാണോ വാക്കുകൾ എത്താത്ത സ്ഥലത്തേക്ക് നമുക്ക് സങ്കല്പങ്ങളെ എത്തിക്കാൻ സാധിക്കും. വാക്കുകൾക്ക് എത്താൻ പരിധിയുണ്ടെങ്കിൽ സങ്കല്പങ്ങൾക്ക് പരിധികളില്ല. ആ വൈബ്രേഷൻ ആയിരിക്കും നാളെ വളരെ വലിയ സേവനത്തിന് നിമിത്തമായി തീരുന്നത്. ഓം ശാന്തി.